അസ്സലാമു അലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് പാചകം ചെയ്യാൻ മനസ്സില്ലേ? ക്ഷമിക്കണം, എല്ലാവർക്കും അങ്ങനെ ഒരു ദിവസം വരും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരു എളുപ്പവും രുചികരവും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രെഡ് ഉപ്മ. എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. നമ്മുടെ എല്ലാം ബിസിയായ ലൈഫിൽ 10 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഈ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ദിവസത്തിന് ഒരു പുതിയ രുചിയും ഊർജവും നൽകും. ഞാൻ ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഹോൾ വീറ്റ് ബ്രെഡാണ്. ഒരു ഹോൾ പാക്കറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതൊരു 6 ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പെർഫെക്റ്റ് ക്വാണ്ടിറ്റിയാണ്. ആദ്യം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ആവുന്നത് വരെ വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ. ബട്ടറോ ഓയിലോ ഇല്ലാതെയാണ് ഞാനിവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാ ബ്രെഡിനും ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മസ്റ്റർഡ് സീഡ്സ് ഇടാം. കടുകൊക്കെ ഇതുപോലെ നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്താം. ഇനി ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇഞ്ചിയിലുള്ള പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ചില്ലിയാണ്. ഞാനിവിടെ 1 പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എരിവ് കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ 2 പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 3 മീഡിയം സൈസ് വെല്ലുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെ കളർ ലൈറ്റ് പിങ്ക് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതുപോലെ എണ്ണ സെപ്പറേറ്റ് ആയതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ഇത് നമ്മുടെ ഈ ഉപ്മാവിന് നല്ലൊരു കളർ നൽകും. പിന്നെ ഒരുപാട് സ്പൈസി ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈര് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് 1/3 കപ്പ് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു മീഡിയം സൈസ് ഫുൾ പാക്കറ്റ് ബ്രെഡാണ്. ബ്രെഡിൻ്റെ അളവിനനുസരിച്ച് വേണം വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇത് ഹൽവ പോലെയാവും. പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോസ്റ്റ് ആയി പോകും. അപ്പോൾ ഇത് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ചേർക്കാം. ബ്രെഡ് ഇടുന്നതിന് മുമ്പ് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡിന് നമുക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ബ്രെഡിലും നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരുപാട് ഡ്രൈയോ ഒരുപാട് നനവോ ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൈകൊണ്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്തിയാൽ നമ്മുടെ ഉപ്മാവിന് കിട്ടുക. നല്ല രുചികരമായ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രെഡ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ഫുഡിന് ഹെൽത്തി ഗാർണിഷിങ് ചെയ്യാം. ഇതിനു വേണ്ടി ഒരു പാനിൽ 2 ടീസ്പൂൺ ഗീ ഒഴിക്കുകയാണ്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് പീനട്ട്സും കുറച്ച് കാഷ്യൂ നട്ട്സും ചേർത്തി കൊടുക്കാം. പീനട്ട്സിൻ്റെയും കാഷ്യൂ നട്ട്സിൻ്റെയും അളവ് നിങ്ങളുടെ രുചിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പീനട്ട്സും കാഷ്യൂ നട്ട്സും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല രുചികരമായ ഹെൽത്തിയായ ഉപ്മാവിനൊപ്പം ഇതുപോലെ ഒരു ക്രഞ്ചി ബൈറ്റ് ആ ഉപ്മാവിൻ്റെ രുചി ഒന്നും കൂടി കൂട്ടുന്നതാണ്. മസാല ബ്രെഡ് നല്ലതുപോലെ സോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെർവ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയില ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സും പീനട്ട്സും ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാം. 10 മിനിറ്റിൽ റെഡിയാകുന്ന ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ബ്രെഡ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഉപ്മാവ് ട്രൈ ചെയ്ത് നോക്കുക.
എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.